ഒരു രാജ്യത്തെ ഇല്ലാതാക്കുക, അതെന്ത് കാരണം കൊണ്ടുമാകട്ടെ, ഭ്രാന്തന്മാരെ പോലെ കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിച്ചും തീയിട്ടും ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. അവിടെ അധികാരികളില്ല, നിയമപാലകരില്ല, ഒന്നും തന്നെയില്ല. തടയാൻ വരുന്നവരെ കൊന്നൊടുക്കുകയാണ്. എല്ലാം കൊണ്ടും നരകഭൂമിയായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ കലാപവും അതിനുള്ള കാരണത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഇതിനു മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇന്ന് ബംഗ്ലാദേശിലെ അവസ്ഥ വളരെ വളരെ മോശമാണ്, ഭീകരമാണ്. ഇപ്പൊ ഭൂപടത്തിൽ നിന്നും തന്നെ തുടച്ചു നീക്കം ചെയ്യുന്ന രീതിയിൽ അവിടെ ബംഗ്ലാദേശിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന ജീവനും കൊണ്ട് രാജ്യം വിട്ടു കഴിഞ്ഞു. ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലായതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണെന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യയിൽ നിന്നും അവർ വിദേശ രാജ്യത്തേക്ക് പറന്നു എന്നുള്ള വാർത്തകളും ഉണ്ട്. ഒന്നും വ്യക്തമായിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഷെയ്ഖ് ഹസീന ഒളിവിലാണ്. ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ള കാഴ്ച വളരെ ഭീകരമാണ്. ഷെയ്ഖ് ഹസീനയുടെ വസതിയും അതുപോലെ തന്നെ പാർലമെന്റും എല്ലാം അവിടെ തീയിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു ദിവസം 200ഓളം പേർ മരിക്കുകയാണ്. ഇപ്പം ബംഗ്ലാദേശിലെ ജനം എന്താണ് ഇത്ര ഭ്രാന്തമാകുന്നത്? ഇതിന് പിന്നിൽ മറ്റ് പല കൈകളുണ്ടോ? ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചർച്ച ചെയ്യാം ടോക്ക് സ്പേസിലൂടെ. ഞാൻ സ്വാതിശ്രീ KS. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവറിത്തിങ്. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു വീഡിയോ. ഇപ്പം ഷെയ്ഖ് ഹസീനയുടെ വീട്ടിൽ കയറി താണ്ഡവമാടുന്ന ബംഗ്ലാദേശ് ജനത്തെയാണ്. ഷെയ്ഖ് ഹസീനയുടെ ഓഫീസ് മുറിയിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നു? ഒരാൾ താളമടിച്ച് കളിക്കുന്നു, സിഗരറ്റ് ഒക്കെ വലിച്ച് താളമടിച്ച് കളിക്കുകയാണ്. അവിടെ ഇരുന്ന് സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്. മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും കിട്ടുമോ എന്ന്. അതിൽ നിന്നൊന്നും അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. മറ്റുള്ള അവരുടെ കിടപ്പ് മുറിയിൽ ചെന്നിട്ട് അവരുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു വാരിയിടുന്നുണ്ട്. കുറെ പേർ കിട്ടിയതെല്ലാം എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. ഇവൻ അവരുടെ അടിവസ്ത്രം സഹിതം എടുത്തുകൊണ്ടു പോകുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു കലാപം അവിടെ ആഘോഷമാക്കുകയാണ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഭ്രാന്തമായുള്ള ഒരു കലാപമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ഒരു സംവരണ കലാപം മാത്രമല്ല, ഇതിന് പിന്നിൽ മറ്റു ചില വൻകിട രാജ്യങ്ങളുടെ കളികളുണ്ട്. അമേരിക്കയ്ക്കും മറ്റു ചില രാജ്യങ്ങൾക്കും ഇതിലൊരു പങ്കുണ്ട്. അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ ദൃശ്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി എങ്ങനെ വൈറലാകുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം അവിടെ ഈ സോഷ്യൽ മീഡിയ എല്ലാം, അതായത് ഇന്റർനെറ്റ് കണക്ഷൻസ് എല്ലാം ബാൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള മാർഗവും അവിടെയില്ല. ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ കുറിച്ച് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, അവിടെ തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസവും എല്ലാം കുറവായത് കൊണ്ട് തന്നെ അവിടെയുള്ള ആക്രമണവും അതുപോലെ തന്നെ ഭീകരമായിരിക്കും. ഇത്രയും പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ തന്നെയാണ് എന്നുള്ളതാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. കാരണം അവിടെ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വിമുക്ത ഭടന്മാർക്ക് അവരുടെ തലമുറകൾക്ക് നൽകുന്ന സംവരണം നിലവിൽ വന്നത്. ഇതിനെക്കുറിച്ച് മുൻപത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ജനം തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ പട്ടിണിയും കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ വീണ്ടും ജനത്തെ കൂടുതൽ ഭ്രാന്തമാക്കുന്ന തരത്തിലുള്ള നിയമം വരുന്നത്. അതായത് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം വേശ്യാവൃത്തി ലൈസൻസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു രാജ്യമാണ്. അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്ത്രീകളെ അവിടെ വിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ ബംഗ്ലാദേശ്. അതുപോലെ അധപ്പതനവും ദാരിദ്ര്യവും സംഭവിച്ച ഒരു ദരിദ്ര രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ ഇത്തരത്തിൽ അധപ്പതനം സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം ഷെയ്ഖ് ഹസീനയുടെ ഭരണ തകർച്ച കൊണ്ട് തന്നെയാണ്. അഴിമതിയും അരാജകത്വവും നിലനിൽക്കുന്ന ഒരു രാജ്യം, ഏകാധിപത്യ ഭരണം നിലനിർത്തിക്കൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീനയും അല്ലെങ്കിൽ അവാമി പാർട്ടിയും ഇല്ലായ്മ ചെയ്യാൻ ജനം അത്രത്തോളം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത്രത്തോളം പീഡിതരായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ കോടതി എന്ത് ചെയ്തു? സംവരണ നിരക്ക് കുറച്ചതിന് ശേഷവും കലാപത്തിന് ഒരു അവസാനവും ഇല്ലായിരുന്നു.
അവിടെ മറ്റാരുടെയൊക്കെയോ കളികൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു. കാരണം ബംഗ്ലാദേശ് ഇലക്ഷൻ നടക്കുന്ന ഒരു സമയത്ത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇപ്പൊ പുതിയ വിസ പോളിസി നടത്താൻ പോവുകയാണെന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. അതായത് ഈ ബംഗ്ലാദേശ് ഇലക്ഷനിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറികളോ അല്ലെങ്കിൽ കള്ളത്തരത്തിനോ ശ്രമിക്കുന്നവർക്ക് അമേരിക്കയിൽ വിസ ലഭ്യമാകില്ല എന്നുള്ളതായിരുന്നു ആ ഒരു പ്രഖ്യാപനം. അതുപോലെ തന്നെ അമേരിക്ക പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സുതാര്യമായ ഇലക്ഷൻ നടത്താൻ ജനങ്ങൾക്കൊപ്പമാണ് അമേരിക്ക നിൽക്കുന്നത് എന്നുള്ളത്. ബംഗ്ലാദേശിൽ വീണ്ടും അവിടെ അവാമി പാർട്ടിയും അതുപോലെ ഷെയ്ഖ് ഹസീനയും അധികാരത്തിൽ വന്നപ്പോൾ ബംഗ്ലാദേശ് ഇലക്ഷനിൽ സുതാര്യതയില്ല എന്നും അട്ടിമറികളിലൂടെ മാത്രമാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നതും എന്നും അമേരിക്ക പറഞ്ഞു. ഇത് ബംഗ്ലാദേശിലെ എതിർ പാർട്ടികൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് അമേരിക്കയുടെ ഇടപെടൽ ഈ ഒരു പ്രക്ഷോഭ കലാപത്തിൽ കൂടുതൽ എണ്ണയൊഴിച്ച് ആളി കത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നത് തന്നെ. എന്നിട്ടും ഇത്രയൊക്കെ പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നിട്ടും ഷെയ്ഖ് ഹസീനയുടെ അഹങ്കാരം കുറഞ്ഞെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിൽ അവർ യാതൊരു തരത്തിലും തെറ്റും കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അവിടെ സത്യം. കാരണം റസാക്കർ എന്നൊരു പദം ഷെയ്ഖ് ഹസീന അവസാനമായിട്ട് അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് നാവിൽ നിന്ന് വരുന്നുണ്ട്. ജനത്തെ ഏറ്റവും കൂടുതൽ ആക്രമണ സ്വഭാവം ഉണ്ടാക്കിയത് ഒരു പക്ഷേ ഈ ഒരു വാചകമായിരിക്കും. ബംഗ്ലാദേശിൽ ഏറ്റവും അപമാനകരമായ ഒരു വാചകം തന്നെയാണ് ഈ ഒരു റസാക്കർ എന്ന് പറയുന്നത്. കാരണം സ്വാതന്ത്ര്യ സമര പോരാളികളുടെ മക്കൾക്ക് സംവരണം നൽകിയില്ലെങ്കിൽ പിന്നെ റസാക്കരുടെ ചെറുമക്കൾക്ക് സംവരണം നൽകണമോ എന്നതായിരുന്നു ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ഒരിക്കലും ഒരു അധികാരിയും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം കൂടിയായിരുന്നു അത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ അവരെ വേരോടെ ബംഗ്ലാദേശിൽ നിന്നും പിഴുതെറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ആരായിരുന്നു ഈ ഷെയ്ഖ് ഹസീന? അതായത് 1975 ഓഗസ്റ്റ് 15 ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും അവിടുത്തെ രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാനെയും കുടുംബത്തെയും സ്വന്തം രാജ്യത്തെ പട്ടാളത്തിലെ വിമതരാൽ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു അട്ടിമറി സാധ്യതയെക്കുറിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് നേരത്തെ തന്നെ മുജീബുർ റഹ്മാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. തന്റെ സൈന്യം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം അമിതമായിട്ട് തന്നെ വിശ്വസിച്ചിരുന്നു. അന്ന് അവിടെ നിരവധി പേർ ആണ് മരണപ്പെട്ടിരുന്നത്. ഇന്ത്യ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അവിടെ ആ ഒരു ദിവസം ബംഗ്ലാദേശ് കരയുകയാണ്. അന്ന് ആ കൂട്ടക്കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെട്ടത് രണ്ടേ പേർ മാത്രമാണ്. മുജീബുർ റഹ്മാന്റെ 2 പെൺമക്കളായിരുന്നു. അതായത് ഈ ഷെയ്ഖ് ഹസീനയും സഹോദരിയായിട്ടുള്ള ഷെയ്ഖ് റഹിനയും. അന്ന് അവർ രക്ഷപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അന്ന് 2 പേരും വിദേശ ആയതിനാൽ മാത്രമായിരുന്നു. പക്ഷേ കുടുംബത്തിന്റെ മരണം മകളായ ഹസീനയ്ക്ക് ഉണ്ടാക്കിയത് ചെറുതായിരുന്നില്ല എന്നുള്ളതാണ്. ഉള്ളിൽ പകയുടെ തീ ആളിക്കത്തുകയായിരുന്നു അവര്. 4 വട്ടം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു അവര്. സ്വന്തം പിതാവിനെയും കുടുംബത്തെയും ഇല്ലാതാക്കിയവരോട് അടങ്ങാത്ത പകയുണ്ടായിരുന്ന ഹസീനയ്ക്ക് ഇത് 45 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ പ്രതികളെയെല്ലാം അവരെന്ത് ചെയ്തു? തൂക്കിലേറ്റി. ബംഗ്ലാദേശത്തിന്റെ സാമ്പത്തിക തകർച്ചയിൽ കരകയറാൻ ഒരു പരിധി വരെ ഹസീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അഴിമതിയെയും കൊള്ളയെയും ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു. ഏകാധിപതിയായ ഭരണാധികാരി എന്നാണ് എതിർ പാർട്ടികൾ അവരെ വിശേഷിപ്പിച്ചിരുന്നത്. ആ വിളിയിൽ അവർ ഒരു സുഖം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 1996 ഹസീന ആദ്യമായിട്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകുന്നത്. അതിനുശേഷം 2001 തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയുണ്ടായിരുന്നു. പിന്നീട് 2007 സൈന്യം അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തു. എന്നാൽ അഴിമതി കേസിൽ അവരെ ജയിൽ അടയ്ക്കുകയുണ്ടായി. പിന്നീട് ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ ഹസീന വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിയത്. അതിനാൽ തന്നെ ലോകത്തിൽ ഏറ്റവും അധികം സേവനമനുഷ്ഠിച്ച വനിതാ അധികാരി ആയിട്ട് അവർ മാറുകയായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം കരുത്തറ്റ വനിതാ അധികാരിയെ ആയിട്ടാണ് ഇന്ത്യ തന്നെ അവർ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അധികാര പദവിയെല്ലാം ഊരിക്കളഞ്ഞ് ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെ എവിടേക്കോ അവർ പോയിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖ് ഹസീന അങ്ങനെ തളരുന്ന ഒരു അധികാരിയല്ല. എല്ലാം കെട്ടണയുമ്പോൾ അവർ തിരിച്ച് അവരുടെ രാജ്യത്ത് തന്നെ തിരിച്ചു വരും. അങ്ങനെ ഒരു വരവ് ഉണ്ടെങ്കിൽ അത് അവിടുത്തെ ജനം, അതായത് അവരെ കല്ലെറിഞ്ഞ ജനത്തെ അവർ തൂക്കിലേറ്റുന്നു എന്നുള്ളതിൽ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
അണയാത്ത കലാപം ഇപ്പോഴും അലയടിക്കുകയാണ് ബംഗ്ലാദേശിൽ. അവസാനമില്ലാത്ത ഒരു കലാപഭൂമിയായിട്ട് ബംഗ്ലാദേശ് മാറിക്കഴിഞ്ഞു. ഇനി എന്താണ് അവിടെ നടക്കുക എന്നുള്ളത് ആണ് നാം കാത്തിരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.